tutorial. ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് ഫിസിക്കൽ വേൾഡിൻ്റെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനാണ്. സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 4 കൺസർവേഷൻ ലോസ് ഇൻ ഫിസിക്സ്? ആൻസർ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What are the 4 fundamental forces in nature? Arrange them in the increasing order of strength. നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനാണ് ഏറ്റവും കുറവെന്ന് കൂടുതലായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ ഓഡ് വൺ ഔട്ട് എമംഗ് ദി ഫോളോയിങ് ഫോഴ്സസ്. ഓപ്ഷൻസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആൻസർ വിസ്കസ് ഫോഴ്സ് ആണ്. ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡൈനാമിക്സ്, ഒപ്റ്റിക്സ്. ആൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബാക്കിയെല്ലാം ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ്. ബ്രാഞ്ചും ഡൊമെയിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ബ്രാഞ്ചാണ്, ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫോഴ്സസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്? യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സിലും കാണുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ്? ആൻസർ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ ഇവിടെ കഴിയാണ്. ഇനി സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ട് ഈസ് ഫിസിക്സ്? എന്താണ് ഫിസിക്സ്? ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി ഇതിൻ്റെ ആൻസർ. ഫിസിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ദി ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫിനോമിന. ദ 2 ഡൊമെയിൻസ് ഓഫ് ഫിസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാഞ്ച് അല്ല, ഡൊമെയിൻസ് ഓഫ് ഫിസിക്സ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ബ്രാഞ്ചസ് വേറെ തന്നെയാണ്. അത് വേറെ ക്വസ്റ്റ്യനായിട്ടും വരാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്? അത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. 10 ഫെർമി. ന്യൂക്ലിയർ ഫോഴ്സസിൻ്റെ റേഞ്ച് അപ്രോക്സിമേറ്റ്ലി 10 ഫെർമിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐൻസ്റ്റീൻ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ? ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന ഫിനോമിനൻ കണ്ടുപിടിച്ചതിനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗേവ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? ഐസക് ന്യൂട്ടൺ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗേവ് ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി? റിലേറ്റിവിറ്റി ഐൻസ്റ്റീൻ്റെ തിയറിയാണെന്ന് നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ കൂടി അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എർത്ത്? ആൻസർ ജിയോളജി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്റ്റാർസ്? അത് ആസ്ട്രോണമി ആണ്. ഇനി അടുത്ത വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. പ്ലാനറ്റ് സൺ എന്നാണെങ്കിൽ മൂൺ പിന്നെ എന്തായിരിക്കും? നമുക്കറിയാം പ്ലാനറ്റ് സൺ ആണെങ്കിൽ മൂൺ എർത്ത് ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു വെച്ചൊരു ടേബിളാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. ഒരു സൈഡിൽ ഫോഴ്സ്, പിന്നെ ഫോഴ്സിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്തും പിന്നെ റേഞ്ചും വന്നിട്ടുള്ളൊരു ടേബിളാണ്. അപ്പം കൊടുത്തിരിക്കുന്ന ഫോഴ്സസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത്ത്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും സ്ട്രെങ്ത്ത് കൂടിയത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അത് ഈ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഏറ്റവും റേഞ്ച് കൂടിയത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, ഇൻഫിനിറ്റി. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആണെങ്കിൽ കൂടി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. എക്സാമിന് പോകുമ്പോൾ ഈ ടേബിൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാൽ കൂടി ഇതിൻ്റെ സ്ട്രെങ്ത്തും റേഞ്ചും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.